വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബാർസ വേഴ്സസ് സ്ലാവിയ പ്രാഹ മാച്ചിനെ കുറിച്ചാണ്. മാച്ചിലേക്ക് വരുന്ന സമയത്ത് 4-2 ബാർസ ജയിച്ചു. ജയം മാറ്റി നിർത്തി കഴിഞ്ഞാൽ മാച്ച് കുറച്ച് കൺസേണിങ് ആണ്. കുറേ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാച്ചിൽ കാണാനുണ്ടായിരുന്നു. വീണ്ടും കമ്പാരിറ്റീവ്ലി ഒരു ചെറിയ ടീം വന്നിട്ട് ബാർസന്റെ ഡിഫൻസീവ് പോരായ്മകൾ നല്ല രീതിക്ക് എക്സ്പോസ് ചെയ്തു എന്ന് പറയുന്നതാണ് ശരി. ഓക്കെ, നമ്മുടെ സെൻട്രൽ ബാക്കുകൾ, വിങ് ബാക്കുകളൊക്കെ എത്രത്തോളം വൾണറബിൾ ആണെന്ന് വീണ്ടും നമുക്ക് മനസ്സിലായി. പിന്നെ നമ്മൾ 2 ഗോളാണ് കൺസിഡർ ചെയ്തത്. ഒന്ന് ലെവന്റെ ഓൺ ഗോളാണ്, പിന്നെ ഒന്ന് മറ്റൊരു പ്ലെയർ അടിച്ച ഗോളാണ്. രണ്ടും വരുന്നത് സെറ്റ് പീസ് എന്നാണ്. അപ്പോൾ ഒരു കോർണർ ഡിഫെൻഡ് ചെയ്യുന്നതിൽ നമ്മൾ എത്രത്തോളം പിന്നോട്ട് പോയി എന്നുള്ളതാണ് ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള വിഷയം. ഓക്കെ, പ്രോപ്പർ മാൻ മാർക്കിംഗ് ഇല്ല. ബോളിപ്പം ബോളിപ്പം ഇങ്ങനെ ഫ്ലൈ ചെയ്തിട്ട് ബാക്ക് പോസ്റ്റിലേക്ക് പോകണം. അപ്പൊ ഇതിന്റെ ഇടയിലൊന്നും ക്ലിയർ ചെയ്യാനുള്ള ഒരു വകുപ്പും നമുക്ക് കിട്ടുന്നില്ല. അപ്പം സെറ്റ് പീസ് ഡിഫെൻഡിങ്ങിൽ ടീം വീണ്ടും മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് എങ്ങനെയെങ്കിലും ബെറ്റർ ആവേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഓപ്പണൻസ് വീണ്ടും ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്യും. ഓൾറെഡി കൗണ്ടർ അറ്റാക്കിൽ നമ്മൾ ഭയങ്കര വീക്കാണ്. ഇനി സെറ്റ് പീസിലും കൂടെ ഇങ്ങനെ ഭയങ്കര വൾണറബിൾ ആയി കഴിഞ്ഞാൽ ഓപ്പണൻസ് ഈസിലി നമ്മുടെ ഡിഫൻസിനെ പൊട്ടിക്കും എന്നുള്ളതാണ് സത്യം. ഓക്കെ, അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഫസ്റ്റ് ഹാഫിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ടോട്ടലി ഭയങ്കര മോശമായിരുന്നു. അങ്ങനെ ക്രിയേറ്റിവിറ്റി ഒന്നും ഇല്ലായിരുന്നു. ലെമീൻ ഒന്നും ഇല്ലാത്തതിന്റെ കുറവ് നമുക്ക് കാണാനുണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫിൽ ബെറ്റർ ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നിയത് ഫെർമിയും അതേപോലെ തന്നെ ഫ്രാങ്കി ഡിയോഗാണ്. ഫ്രാങ്കി ഒക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഫെർമി 2 ഗോൾ അടിക്കുന്നുണ്ട്. നമുക്ക് എപ്പോഴും ഫെർമിന്റെ സൈഡിൽ നിന്ന് വേണ്ടത് ഒരു പ്രോപ്പർ ഗോൾ സ്കോറിംഗ് മിഡ്ഫീൽഡർ ആയിട്ടാണ്. അപ്പം ആ ഒരു ഫോമിൽ തന്നെ ആള് കളിക്കുന്നുണ്ട്. ആൾ അത്യാവശ്യം നല്ല രീതിക്ക് ഗോൾ അടിക്കുന്നുണ്ട്. ഇന്നലെ അടിച്ച ഫസ്റ്റ് ഗോളും സെക്കൻഡ് ഗോളും ഒരു രക്ഷയില്ല. ഫസ്റ്റ് ഗോളൊന്നും ഞാൻ അടിക്കുന്ന പ്രതീക്ഷയില്ല, പക്ഷെ നല്ലൊരു ഷോട്ട് വന്നു, അതിൽ ഗോൾ കീപ്പർ പതറിപ്പോയി, അത് ഗോളാവുകയും ചെയ്തു. അതായത് ഒരു പ്രോപ്പർ ഗോൾ സ്കോറിംഗ് മിഡ്ഫീൽഡർ ഇൻസ്റ്റിങ്ക്റ്റ് ഒക്കെ ആള് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ആൾ ഒരു ചാൻസ് മിസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഇടയിൽ. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടെ ബെറ്റർ ആയി. ഭയങ്കര ബെറ്റർ എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയി. ഓക്കെ, പക്ഷേ എനിക്ക് തോന്നുന്ന കാര്യം അവരുടെ ഡിഫൻസ് ഭയങ്കര ബാഡായിരുന്നു. അവരുടെ ഗോൾ കീപ്പറും അത്ര നല്ല ഗോൾ കീപ്പർ ഒന്നല്ലായിരുന്നു. പക്ഷെ നമ്മളതൊന്നും വേണ്ട രീതിക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്തില്ല. നമ്മൾ സ്ട്രഗിൾ ചെയ്തു. ഓക്കെ, ലെമീൻ ഇല്ലാതെ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. അതായത് 4-2 ജയിച്ചു എന്നുള്ളതല്ല, പക്ഷെ നമുക്കിതൊരു 6-2 7-2 ഒക്കെ ജയിക്കാൻ പറ്റുന്ന മാച്ചായിരുന്നു. കാരണം സ്ലാവിയ പ്രാഹ അത്രേ ഉള്ളൂ. അവരുടെ ഡിഫൻസിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ കൺസിഡർ ചെയ്ത് ഗോളുകളിൽ നോക്കിയാൽ മതി. അവരുടെ ഡിഫൻസ് പൊട്ടിക്കാൻ എത്രത്തോളം എളുപ്പമാണെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, എത്ര സ്പേസ് ആണുള്ളത്. അതേപോലെ അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും മുതലെടുക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ അതൊക്കെ മുതലെടുത്തിട്ട് കുറെ കൂടെ ക്ലിനിക്കൽ ആവേണ്ടതായിട്ടുണ്ട്. അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, വിങ് ബാക്കുകളുടെ കാര്യമാണ്. കൂണ്ടെ ആണെങ്കിലും ബാൾഡെ ആണെങ്കിലും മത്സരിച്ചാണ് ഡിസാസ്റ്റർ ക്ലാസ് വരുന്നത്. ഓക്കെ, മിസ്റ്റേക്ക് ആഫ്റ്റർ മിസ്റ്റേക്ക്, മിസ്റ്റേക്ക് ആഫ്റ്റർ മിസ്റ്റേക്ക്, മിസ് പാസ് ആഫ്റ്റർ മിസ് പാസ്. പിന്നെ അറ്റാക്കിലേക്ക് വലിയ കോൺട്രിബ്യൂഷൻ ഒന്നും തരാൻ വേണ്ടി പറ്റുന്നില്ല. നമ്മൾ അറ്റാക്കിംഗ് വൈസ് ആണ് എപ്പോഴും ബാൾഡനെ റേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ബാൾഡന്റെ അടുത്ത് അറ്റാക്കിംഗ് വൈസ് ഒരു ഔട്ട്പുട്ടും കിട്ടുന്നതായിട്ട് പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല. ഇന്നലെ ഞാൻ ഒരു പാസ് വന്നു, ഒരു പ്രീ അസിസ്റ്റ് എന്നൊക്കെ പറയാം. അതല്ലാതെ ഒന്നും ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു വിങ് ബാക്ക് ആയിട്ട് ബാൾഡെ ആണെങ്കിലും കൂണ്ടെ ആണെങ്കിലും കളിക്കുന്നില്ല. ഇത് ഭയങ്കര പ്രശ്നമാണ്. ബിഗ് മാച്ചിലേക്ക് വരുന്ന സമയത്ത് ഇത് പണി പാടും. എപ്പോഴും ഒരു UCL വിന്നിംഗ് ടീം അല്ലെങ്കിൽ ഒരു ചാമ്പ്യൻ ടീമിലേക്ക് പോകുന്ന സമയത്ത് വിങ് ബാക്കുകൾ എപ്പോഴും ടോപ്പ് ആയിരിക്കും. ഒരു UCL വിന്നിംഗ് ടീം എടുക്കുക നിങ്ങൾ, PSG ആണെങ്കിലും റയൽ മാഡ്രിഡ് അടിക്കുമ്പോഴാണെങ്കിലും ചെൽസി അടിക്കുമ്പോഴാണെങ്കിലും സിറ്റി അടിക്കുമ്പോഴാണെങ്കിലും ഇതിലൊക്കെ എപ്പോഴും ടോപ്പ് വിങ് ബാക്സ് ഉണ്ടായിരിക്കും. അറ്റ്ലീസ്റ്റ് ഒരു വിങ് ബാക്കിങ്ങിലും വേൾഡ് ക്ലാസ് ആയിരിക്കും. പക്ഷെ വേൾഡ് ക്ലാസിന്റെ 7 അയലത്ത് പോലും കൂണ്ടേന്റെയും ബാൾഡന്റെയും പെർഫോമൻസ് ഈ സീസണിൽ എത്തിയിട്ടില്ല. ഓക്കെ, എത്തിയിട്ടില്ല സീരിയസ്ലി. കഴിഞ്ഞ സീസണിലൊക്കെ എലീറ്റ് പെർഫോമൻസ് തന്നുകൊണ്ടിരുന്ന ആൾക്കാരാണ്, പക്ഷെ ഈ സീസണിൽ ഭയങ്കര ഡൗൺ ആണ്. അപ്പം അങ്ങനത്തെ പെർഫോമൻസ് കിട്ടിക്കഴിഞ്ഞാലാണ് ബാഴ്സക്ക് UCL എന്നൊക്കെയുള്ള ഒരു സ്വപ്നം ചിന്തിക്കാൻ പോലും കഴിയുള്ളൂ. ഇവര് കൂടെ സ്റ്റെപ്പ് അപ്പ് ചെയ്താൽ. ഓക്കെ, അപ്പൊ ഇവര് സ്റ്റെപ്പ് അപ്പ് ചെയ്യണം. ഇനിയിപ്പം ജാവോ ക്യാൻസൽ വരാനുണ്ട്. അപ്പൊ ക്യാൻസൽ ഈ സ്ക്വാഡിലേക്ക് ടീമിലേക്ക് എത്തുന്ന സമയത്ത് ടീമിന്റെ ഡൈനാമിക്സ് എങ്ങനെ മാറും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. ഓക്കെ, അപ്പം അതാണ് വിങ് ബാക്സ് കാര്യമായിട്ട് സ്റ്റെപ്പ് അപ്പ് ചെയ്യണം. സെൻട്രൽ ബാക്കുകൾ ഇന്നലെ മോശമായിരുന്നു. എനിക്ക് തോന്നുന്നു ഓൺ ദ ബോൾ കുറച്ച് നന്നായിട്ട് എറിക് ഗാർഷ്യ കളിക്കുന്നുണ്ട്, ബോൾ മുന്നോട്ട് കൊണ്ടുപോകാന്നൊക്കെയുള്ള പരിപാടി. പക്ഷെ ബാക്കിയൊന്നും എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നില്ല. ഫ്രങ്കി നന്നായിട്ട് കളിച്ചു. ഫ്രങ്കി എനിക്ക് തോന്നുന്നു വിങ് ബാക്കുകൾക്ക് വരെ നല്ല രീതിക്ക് ഫ്രങ്കി കവർ കൊടുത്തിട്ടുണ്ട്. പെഡ്രി വലിയ കുഴപ്പമില്ലായിരുന്നു. ഓൽമ ബെഞ്ചിൽ നിന്ന് വന്ന് നന്നായിട്ട് കളിക്കുന്നുണ്ട്. റോണി ബർദാജ് എനിക്ക് അത്ര ടോപ്പ് പെർഫോമൻസ് ആയിട്ട് എനിക്ക് ഇന്നലെ തോന്നിയിട്ടില്ല. പിന്നെ എടുത്തു പറഞ്ഞ റഫീഞ്ഞും അത്ര ടോപ്പായിട്ട് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ റാഷ്ഫോർഡ് നന്നായിട്ട് കളിച്ചു. ഓൽമോ സബ് എന്ന് വന്നപ്പോൾ നന്നായിട്ട് കളിച്ചു.
പിന്നെ ലെവൻഡോസ്കി ഒരു ഗോൾ അടിച്ചു. അങ്ങനെ കുറെ കാര്യങ്ങൾ ടോട്ടലി കൺവിൻസിങ് ആണെന്ന് തോന്നുന്നില്ല എനിക്ക് പെർഫോമൻസ്. പക്ഷെ നമ്മൾ ആ ഒരു വിന്ന് നേടി, അത് തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പെർഫോമൻസ് കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ക്ലിനിക്കൽ വൈസ് ആണെങ്കിലും ഡിഫൻസീവ് വൈസ് ആണെങ്കിലും എന്ത് വെച്ച് നോക്കുകയാണെങ്കിലും നമ്മൾ പെർഫോമൻസ് കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ടേബിൾ 9ാം സ്ഥാനത്താണ് വിത്ത് 13 points ഫ്രം 7 matches. അപ്പം ലാസ്റ്റ് മാച്ചിന്റെ ബേസ് ചെയ്തിരിക്കും നമ്മൾ ടോപ്പ് 8 ഫിനിഷ് ചെയ്യോ ഇല്ലേ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കോപ്പൻഹേഗനായിട്ടാണ് മാച്ച് വരുന്നത്. എനിക്ക് തോന്നുന്നു മാച്ച് നമുക്ക് ജയിക്കാം, പക്ഷെ മറ്റ് റിസൾട്ടുകളെ കൂടെ ബേസ് ചെയ്തിരിക്കും. നമ്മുടെ മുകളിൽ നിൽക്കുന്ന ന്യൂകാസിലോ ചെൽസിയോ അങ്ങനെ ആരെങ്കിലുമൊക്കെ പോയിന്റ് ഡ്രോപ്പ് ചെയ്യണം, എന്നാലാണ് നമുക്ക് ആ ഒരു ടോപ്പ് 8ലേക്ക് എത്താൻ കഴിയുള്ളൂ. ടോപ്പ് 8ലേക്ക് എത്തിക്കഴിഞ്ഞാൽ 2 മാച്ച് അവിടെ കട്ടായി കിട്ടും. അപ്പം കുറച്ചുകൂടെ ടീമിനെ റെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ സ്കോർ ഡെപ്ത് ഇല്ല. ഓക്കെ, അപ്പോൾ അതാണ് ടോപ്പ് 8ൽ എത്തും എന്നുള്ളത് കണ്ടറിയണം. പിന്നെ പെഡ്രിക്ക് അതിൻ്റെ ഇടയിൽ ഒരു ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. അപ്പോൾ മേ ബി 2-3 weeks പെഡ്രി ഔട്ടായിരിക്കും. അത് ഭയങ്കര കൺസേണിങ് ആയിട്ടുള്ള കാര്യമാണ്. പെഡ്രി ഇല്ലാതെ എന്ത് നമ്മൾ ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഇറ്റ്സ് ടൈം ഫോർ ഡാനി ഓൾമോ. ഓക്കെ, ഡാനി ഓൾമോന്റെ ക്ലാസ് തെളിയിക്കേണ്ട ഒരു ടൈമായിട്ട് ഇത് മാറും. പണ്ട് യൂറോ കപ്പിൽ പെഡ്രിക്ക് പരിക്ക് പറ്റിയ സമയത്താണ് ഓൾമോ തൻ്റെ ക്ലാസ് തെളിയിച്ചിട്ടുള്ളത്. അതേപോലെ ഈ ഒരു സീസണിൽ റെസ്റ്റ് ഓഫ് ദ ടൈമിൽ ആള് തൻ്റെ കഴിവ് തെളിയിക്കട്ടെ, ആൾ ടീമിന് വേണ്ടി ഷൈൻ ചെയ്യട്ടെ, പെർഫോമൻസ് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ അതാണ് പറയാനുള്ളത്. നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട്